السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله ملك السماوات والأرض والله على كل شيء قدير. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. الحمدلله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ ആല ഇംറാനിൻ്റെ ഏകദേശം അവസാന ഭാഗത്തോടടുക്കുകയാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയിലുള്ള അവൻ്റെ ആധിപത്യം, അവൻ്റെ ഉടമാവകാശം വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ആയത്തിലൂടെയും വലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എന്നാണ് അതിൻ്റെ മുൽക്ക്, അതിൻ്റെയൊക്കെ മാലിക്കാരാണ്, ഉടമസ്ഥൻ, അതിൻ്റെ ഉടമാവകാശം അത് അള്ളാഹുവിനുള്ളതാണ് എന്നാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടി ചരാചരങ്ങളും അള്ളാഹുവിൻ്റെ അധീനത്തിലും അവൻ്റെ ഉടമാവകാശത്തിലുമുള്ളതാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ,
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും കുല്ലു ഷൈഅൻ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു നമ്മുടെ സ്രഷ്ടാവാണ്, നമ്മുടെ നിയന്താവാണ്, അതേപോലെ തന്നെ നമ്മുടെ രക്ഷകനാണ്. ഇതൊക്കെ ഖുർആൻ ആവർത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ഓരോരുത്തരും, ഓരോ മനുഷ്യരുടെയും ബാധ്യതയാണ് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനായ റബ്ബിനെ, അവനെ ആരാധിക്കുകയും അവന് ശുക്ർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. മനുഷ്യരിലധികം ആളുകളും അവന് നന്ദി കാണിക്കാതെ ജീവിക്കുന്നവരാണ് എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നൽകുന്ന അസംഖ്യം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതെന്ന് പറയാനായി നമ്മുടെ അരികിലൊന്നുമില്ല. നമ്മൾ തന്നെ ആരുടേതാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അവൻ്റെ അടിമകളാണ്. നമ്മുടെയൊക്കെ നമുക്ക് ഉള്ള എല്ലാറ്റിൻ്റെയും ഉടമ, നമ്മുടെയും നമുക്കുള്ള എല്ലാറ്റിൻ്റെയും ഉടമ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ ബോധമാണ് ഓരോ മനുഷ്യർക്കും ഉണ്ടാകേണ്ടത്. തുടർന്നു കൊണ്ട് ഈ ആകാശഭൂമികളുടെ കാര്യം, അതിൻ്റെ ഉടമസ്ഥത അള്ളാഹുവിനാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്തുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. നിശ്ചയമായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലുണ്ട്. ഖൽഖ് എന്താണ്? സൃഷ്ടിപ്പ്. ഇന്ന നിശ്ചയം ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ തന്നെയുണ്ട്. അതേപോലെ തന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇഖ്തലഫ ഇഖ്തലിഫു എന്ന് പറഞ്ഞാൽ മാറി വന്നു എന്ന ഒരു ആശയവും അർത്ഥവും കൂടി അതിനുണ്ട്. ഇഖ്തലഫ ഇഖ്തലിഫു എന്നാണ്. ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ എന്ന് പറഞ്ഞാൽ തഅഖുബഹുമാ വമജീഇ കുല്ലി മിൻഹുമാ ഖൽഫൽ ആഖർ, ഒന്നിന് പിന്നിലായിക്കൊണ്ടാണ് മറ്റൊന്ന് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് പ്രയോഗിക്കുന്നത്? ഒന്നിൻ്റെ ഖൽഫിലായിക്കൊണ്ട്, രാത്രിയുടെ പിന്നിലായി പകൽ വരുന്നു, അതിൻ്റെ പിന്നിലായി അങ്ങനെ മാറി മാറി വരുന്നു. അപ്പോൾ ഈ മാറ്റത്തിലുണ്ട്, അതാണ് ഇഖ്തിലാഫ് എന്ന് പറയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലുമുണ്ട്, രാവും പകലും മാറി മാറി വരുന്നതിലും ഉണ്ട്. എന്തുണ്ട്? ലആയാത്ത്, തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്കാണ് ദൃഷ്ടാന്തങ്ങളുള്ളത്? ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക്, ബുദ്ധിമാന്മാർക്ക് എന്നാണ്. ആർക്കാ ബുദ്ധിയുള്ളത്? മനുഷ്യന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി നൽകിയിട്ടുള്ളത് ആർക്കാണ്? മനുഷ്യന്മാർക്കാണ്. അപ്പോൾ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാർക്കും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ബുദ്ധി എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം? നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കാൻ, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാൻ, അതേപോലെ തന്നെ ആകാശലോകങ്ങളെക്കുറിച്ച്, അതേപോലെ രാവും പകലും മാറി മാറി വരുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ അർളി കൈഫ സുത്തിഹത്. ഓരോന്ന് പറയുന്നത്. വഇലൽ ജിബാലി കൈഫ നുസിബത്, ഭൂമിയെക്കുറിച്ച് പറയാൻ, ഭൂമി എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ വിധാനിച്ചിട്ടുള്ളത് എന്നും, ആ ഭൂമി അതിൻ്റെ ബാലൻസ് നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ആണികളായി എങ്ങനെയാണ് പർവ്വതങ്ങളെ സംവിധാനിച്ചിട്ടുള്ളതെന്നും, ആകാശലോകത്തെ അവൻ ഉയർത്തി വച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്നും ഒക്കെ നിങ്ങൾ ചിന്തിക്കണം. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിയാണെന്ത്? ഒട്ടകം.
മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ, അവിടെ ചരക്കുകളൊക്കെ കൊണ്ടുപോകാൻ, അവർക്ക് പാല് കുടിക്കാൻ, അവർക്ക് ആഹാരമായി മാംസം കഴിക്കാൻ, അതേപോലെ തന്നെ ആ ഒട്ടകത്തിൻ്റെ തോലുകൊണ്ട് ഒരുപാട് അവരുടെ പാത്രങ്ങളും അതുപോലെയുള്ള ഒരുപാട് ഉപകരണങ്ങളും അവരുണ്ടാക്കുന്നു. വെള്ളം സംഭരിച്ചു വെക്കാനുള്ള തോൽപാത്രങ്ങളെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കാനൊന്നുമില്ല. ആ ജീവി എങ്ങനെയാണ് ഇങ്ങനെ ഈ വരണ്ട മരുഭൂമിയിലൂടെ ജീവിച്ച് കഴിയുന്നതെന്ന് അതൊക്കെ ചിന്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിങ്ങനെ ഒരു സ്വയംഭൂവായി പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു സാധനമൊന്നുമല്ല. ഇതിന് പിന്നിലൊരു സൃഷ്ടികർത്താവുണ്ട്. ആകാശങ്ങളുടെ, ഭൂമിയുടെ രാവും പകലും മാറി മാറി വരുന്നതിൽ കൃത്യമായി നമുക്കറിയാം. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, നാം പഠിച്ചിട്ടുള്ള സൗരയൂഥം, പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ കിട്ടിയ അറിവനുസരിച്ച് സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്ന് മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണിത് ഭൂമി. ബുധൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നു, ശുക്രൻ, അതിനുശേഷം പിന്നെ ഭൂമി, അത് കഴിഞ്ഞ് ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചതാണ്. ഈ സൗരയൂഥത്തിൽ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനിൽ നിന്ന് ഒരു പ്രത്യേക അകലത്തിൽ തന്നെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നമുക്ക് സൗരോർജം ലഭിക്കുകയും വേണം, എന്നാൽ സൂര്യപ്രകാശത്തിൻ്റെ ആഘാതത്താൽ ഇവിടെ നമുക്ക് ജീവിതം ഒരിക്കലും പ്രയാസമുള്ളതായി തീരാനും പാടില്ല. രണ്ടും വേണം. നേരെ മറിച്ച് കുറച്ചും കൂടിയും അടുത്തായിരുന്നുവെങ്കിൽ, രണ്ടാം സ്ഥാനമാണ്, ബുധൻ കഴിഞ്ഞിട്ട് ശുക്രൻ്റെ സ്ഥാനത്തായിരുന്നു ഭൂമി എങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല, നമ്മളൊക്കെ വെന്തുരുകിപ്പോകും. അതേപോലെ തന്നെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി അകലം, ചൊവ്വയിൽ നിന്ന് ചൊവ്വയുടെ ഒക്കെ അടുത്ത് പോകുകയാണെങ്കിലും ജീവിക്കാൻ കഴിയില്ല, ഒക്കെ തണുത്ത് ഉറച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സംവിധാനം, വളരെ കൃത്യമായ അളവിലാണ് അള്ളാഹു എല്ലാം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമിയിലാണ് ഈ രാവും പകലും അനുഭവിക്കുന്ന ഈ പ്രതിഭാസം ഉണ്ടായിത്തീരുന്നത്. ഭൂമി അത് സ്വയം തിരിയുകയും ചെയ്യുന്നു, അപ്പോൾ രാവും പകലും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഭൂമി സ്വയം ഒരു തവണ തിരിയുമ്പോൾ ഒരു ദിവസം പൂർത്തിയാകുന്നു. ഭൂമി അതോടൊപ്പം തന്നെ സ്വയം തിരിയുന്നതോടൊപ്പം തന്നെ സൂര്യനെ അത് കറങ്ങി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ചുറ്റൽ ഒരു തവണ പൂർത്തിയാകുമ്പോൾ നമുക്കൊരു വർഷം പൂർത്തിയാകുന്നു. 365 ദിവസം എടുക്കുന്നുണ്ട് ഭൂമി ഒരു തവണ ആരെ ചുറ്റാൻ? സൂര്യനെ ചുറ്റാൻ. എന്നാൽ ആ അളവല്ല മറ്റു ഗ്രഹങ്ങൾക്കുള്ളത്. ചൊവ്വ ചുറ്റുന്നതിന് അത്ര പോരാ. വ്യാഴം എന്ന ഗ്രഹം ചുറ്റാനും നമ്മുടെ ഭൂമിയിലെ എത്ര 12 വർഷം വേണം. വ്യാഴത്തിന് സൂര്യനെ ഒന്നിങ്ങനെ കറങ്ങി വരാം. അതായത് നമ്മൾ ഒരു വ്യാഴവട്ടകാലം എന്നൊക്കെ പറയുന്നില്ലേ? ഒരു വ്യാഴവട്ടകാലം എന്ന് പറയുന്നത് ഒരു വ്യാഴം എന്ന ഗ്രഹം സൂര്യനെ ഒരു തവണ കറങ്ങാനുള്ള കാലമാണത്. 10-12 കൊല്ലം എന്നുള്ളത്. ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി കണക്കാക്കുന്നു. ഇവിടെ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു, നമുക്ക് മഴ ലഭിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള ചൂട് ലഭിക്കുന്നു. ഇപ്പോൾ ഈ ചൂടുകാലം കുറച്ച് താങ്ങാൻ കഴിയാത്ത ചൂടുകാലമായിരുന്നു അല്ലേ? ഇതൊക്കെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ ചിന്തിക്കണം. എന്താ ഇപ്പോൾ ഈ ചൂട്? ഇപ്പോൾ മഴ വന്നു, മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, മഴ കിട്ടി. മഴയും എങ്ങനെയാകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ അഗിസിന ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ ഗദഖ. സുഭിക്ഷമായ, സുലഭമായ, സമാധാനപൂർണമായ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന മഴയായി ഞങ്ങൾക്ക് നീ മഴയെ നൽകണമേ എന്നാണ് ദുആരുന്നത്. മഴ പെയ്താൽ തന്നെ ചിലപ്പോൾ പിടുത്തം വിട്ട മഴ പെയ്താൽ എന്തുണ്ടാകും? അപ്പോഴും നമുക്ക് പ്രയാസമാണ്. അപ്പോൾ എല്ലാം ഒരു പാകത്തിനായി തീരണം. അപ്പോൾ ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവുണ്ട്. ഇതിൻ്റെ ആധിപത്യം, ഇതിൻ്റെ അധികാരം ആരുടെ കയ്യിലാണ്? അല്ലാഹു. അതിനാണ് അല്ലാഹു വലില്ലാഹി മുൽക്കുസ്സമാവാത്തി വല്ലർ. ഇതിൻ്റെയൊക്കെ ആധിപത്യവും അധികാരവും ഇതിൻ്റെയൊക്കെ നിയന്താവുമായ ഒരാളുണ്ട് എന്ന ബോധം മനുഷ്യരെ നിങ്ങൾക്കുണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. മാത്രവുമല്ല, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് പഠിച്ചാൽ നമുക്ക് കൂലി തരും. വെറുതെ ഇരുന്നിട്ട് ഇപ്പോൾ ഖുർആനിൻ്റെ ആയത്തുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓതി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ പോലും, അതുകൊണ്ടാണ് അതിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ധാരാളം ആയാത്തുകളുണ്ട്.
ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സംവിധായകനെ കണ്ടെത്താൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ചാൽ മതി. ഇതൊന്നും ആരുടെ നിയന്ത്രണത്തിലുള്ളതല്ല, മനുഷ്യരായ നമ്മുടെയൊന്നും നിയന്ത്രണത്തിലുള്ളതല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു സംവിധായകനും ഒരു നിയന്താവുമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ആയത്തിലൂടെ ഉണർത്തുന്നത്. തുടർന്ന് പറയുന്നത് നോക്കൂ, അങ്ങനെയുള്ള ആളുകൾ, ബുദ്ധിമാന്മാരായ ആളുകൾ അവരെന്ത് ചെയ്യുന്നു? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അല്ലദീന യദ്കുറൂന, അവർ ഓർക്കും, അവർ സ്മരിക്കുന്നവരാകുന്നു. ദക്കറ യദ്കുറു, ദിക്ർ എന്താണ്? സ്മരണ, ഓർമ്മ. മനുഷ്യൻ എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണെന്ത്? ഓർമ്മ. ഓർമ്മ എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. എനിക്കിപ്പോൾ ഓർമ്മ കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ ചില ആൾക്കാർ. നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ആരെയാണ്? നമുക്ക് ഓർമ്മ തന്നവനെ ഓർക്കണം. ഓർമ്മ തന്നവനെയാണ് നമ്മൾ ധാരാളമായി ഓർക്കേണ്ടത്. അവനെ മറക്കരുത് എന്നാണ്. മറവി രോഗം എന്നൊരു രോഗമുണ്ട്, അൾഷിമേഴ്സ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാരെ ആരാണ്? സ്വന്തം ഭാര്യയെ തിരിച്ചറിയുന്നില്ല, സ്വന്തം മക്കളെ തിരിച്ചറിയുന്നില്ല, സ്വന്തം ഉമ്മയെയും ഉപ്പയെയും തിരിച്ചറിയുന്നില്ല, അടുത്ത ആളുകൾ ആരാണെന്ന് അറിയുന്നില്ല. ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ എന്താണ് ചെയ്തത്, അത് എങ്ങനെ പൂർത്തിയാക്കണമെന്നറിയില്ല. വായിലേക്ക് കൊണ്ടുപോകാൻ ഭക്ഷണപാത്രത്തിൽ നിന്നെടുത്ത ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടക്ക് മറന്നു പോകുന്നു. എന്താ ഞാൻ ചെയ്യുന്നത് എന്ന് പിടിച്ചു നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഇത് നോക്കൂ, എത്ര നമ്മുടെ ഭക്ഷണപാത്രത്തിൽ നിന്ന് വായിലേക്കുള്ള അകലം എത്രയാണ്, എത്ര നിമിഷാർദ്ധങ്ങളാണ്. അതിൻ്റെ ഇടയിൽ മറവി സംഭവിക്കുന്നു. ഓർമ്മ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമല്ലേ? മനുഷ്യനത് ചിന്തിക്കുന്നില്ല. അതാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ ചിന്തിക്കാൻ എമ്പാടും വകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വീട്ടിലേക്ക് മാംസം വാങ്ങിയിട്ട് പിന്നെ സ്കൂട്ടിൻ്റെ പിന്നിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നു. മാംസം അതിൽ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് മറന്നു പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴത് അറിയുന്നതെന്നോ? അതിങ്ങനെ ചീഞ്ഞ് നാറുമ്പോഴാണ്, അന്ന് ഞാൻ വാങ്ങിയ മാംസമാണല്ലോ. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ രോഗം പിടിപെടുക എന്ന് പറഞ്ഞാൽ എന്തല്ലോ, വേറെ ഒരു രോഗവും പിടിപെടുന്ന പോലെയല്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ പറയുന്നില്ലേ, സുഖത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മുടെ ആരോഗ്യത്തിൽ അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എൻ്റെ കാഴ്ചയിൽ, എൻ്റെ കേൾവിയിൽ, എൻ്റെ ശരീരത്തിൽ എന്ന പോലെ തന്നെ നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ ആഫിനി ഫീ ഖുവ്വതി ദാഖിറതി, എൻ്റെ ഓർമ്മശക്തിയിലും എന്ത് തരണം? നല്ല ആരോഗ്യം തരണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ഇതിൽ ആർക്കാണ് അനുഗ്രഹം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞത്? അല്ലദീന യദ്കുറൂന അല്ലാഹ, അല്ലാഹുവിനെ സ്മരിക്കുന്നവർ, അല്ലാഹുവിനെ ഓർക്കുക. വെറുതെ അല്ല പഠിച്ചോൻ. എന്തെങ്കിലും ഒരു കാര്യം ധാരാളം ചെയ്യണമെന്ന് നമ്മളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ധാരാളം നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ധാരാളം എന്നതിന് അറബിയിൽ എന്താ പ്രയോഗിക്കുന്നത്? ഏത് പദമാണ്? കസീർ എന്നുള്ള പദമാണ്. കസീർ, ധാരാളം. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ സ്വലാത്തൻ കസീറ ഉദ്ഉ ദുആഅൻ കസീറ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ധാരാളം സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സദക്ക കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നോമ്പ് നോറ്റോളൂ, നിർത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ ഒരു കണക്കുണ്ട്, ഒരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. അതൊക്കെ നമുക്ക് പാകത്തിന് ചെയ്താൽ മതി എന്നാ. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ നിങ്ങൾക്ക് പ്രയാസമുള്ള ഒന്നും ഈ ദീനിലില്ല. ആ അള്ളാഹ് നമ്മളോട് പറയുന്നൊരു കാര്യം, ധാരാളം എന്ന വിശേഷണത്തോടെ പറയുന്നൊരു കാര്യം എന്താണെന്നോ? അത് നമുക്ക് ചെയ്യാൻ കഴിയും. കഴിയാത്ത പറയോ? ഇല്ല. അതെന്താ? അതാണ് ഈ ഓർമ്മ.
യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, സ്മരിക്കണം. എത്ര? കുറച്ച് മതിയോ? ദിക്റൻ കസീറാ, ധാരാളമായി ഓർത്തോളൂ എന്നാണ്. നിസ്കരിക്കാൻ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളില്ലേ? വുദു ചെയ്യണം, ശുദ്ധി വേണം, വൃത്തി വേണം. എന്നാലോ ദിക്ർ ചെല്ലാനോ അങ്ങനെ പറയുന്നുണ്ടോ? നിൽക്കാം, ഇരിക്കാം, കിടക്കാം. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും എന്ത് ചെയ്യാം? അല്ലാഹ് നിങ്ങൾക്ക് ഓർക്കാം. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. നിങ്ങൾക്ക് ശുദ്ധിയുണ്ടോ അശുദ്ധിയുണ്ടോ? അപ്പോൾ നോക്കൂ, ഹജ്ജ് വരാൻ പോവുകയാണ്. ഹജ്ജിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറഫയാണ്. അറഫയിൽ കാര്യമായുള്ളത് എന്താണ്? ദുആ, പ്രാർത്ഥനയാണ്. അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഹജ്ജിൻ്റെ കാര്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയിട്ടുള്ള ഒരു റഹ്മത്ത് എന്താണെന്നോ? ഹജ്ജിൻ്റെ ഒരു കാര്യം ഒഴികെ മറ്റെല്ലാം അവരുടെ അശുദ്ധിയുള്ള സമയത്തും അവർക്ക് നിർവഹിക്കാം. അശുദ്ധിയോടുകൂടി സഅയ് ചെയ്യാം, അശുദ്ധിയോടുകൂടി ജംറയെ എറിയാം, അശുദ്ധിയോടുകൂടി അറഫയിൽ നിൽക്കാം, മുസ്ദലിഫയിൽ രാപ്പാർക്കാം, മിനയിൽ രാപ്പാർക്കാം. അശുദ്ധിയോടുകൂടി തന്നെ അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം. നിസ്കാരം, ഹജ്ജിൻ്റെ കാര്യം, ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളിലും അതിൻ്റെ റുക്കിനുകളിലും വാജിബുകളിലും ഒക്കെ അവർക്ക് പ്രവേശിക്കാം. തവാഫ് എന്ന റുക്കിന് മാത്രം ശുദ്ധിയായതിനു ശേഷം അവർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൂ. അറഫയിൽ നോക്കൂ, പ്രാർത്ഥന, ദിക്ർ, സംഗതി എല്ലാം അവർക്ക് നിർവഹിക്കാം. ധാരാളമായി നിങ്ങൾ നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കാര്യം, ഖിയാമൻ, നിങ്ങൾ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കണം. വഖുഊദൻ, ഇരുന്നു കൊണ്ട് ഓർക്കണം. വഅലാ ജുനൂബിഹിം, ജംബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഭാഗത്ത് ചെരിഞ്ഞ് കിടന്നുകൊണ്ടാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. അങ്ങനെയുള്ളവരാണ് ബുദ്ധിമാന്മാരെന്നാണ്. എന്നിട്ടോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വയതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നു. തഫക്കറ യതഫക്കറു എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിച്ചു. തഫക്കുർ ഉണ്ടാകണം. എന്തിനെക്കുറിച്ച്? ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമല്ല, അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതില, ഇത് നീ വൃഥാ സൃഷ്ടിച്ചതല്ല റബ്ബേ. ആകാശങ്ങളെയും ഭൂമിയെയും നീ ഒരു കളിയായി വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ പരമപരിശുദ്ധനാകുന്നു. അതിനാൽ എന്ത് വേണം? ഫഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. ആര്? ഉലുൽ അൽബാബ്. അൽബാബ് എന്നതിൻ്റെ ഏകവചന രൂപം ലുബ്ബുൻ എന്നാണ്. ലുബിൻ്റെ ബഹുവചന രൂപമാണെന്ത്? അൽബാബ്. ലുബ് എന്ന് പറഞ്ഞാൽ അൽ അഖൽ. മാഹുവൽ ലുബ്ബു? അൽ അഖലു, ബുദ്ധിയാണ്. അപ്പം അൽബാബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾ, അവർക്കതിൽ ദൃഷ്ടാന്തങ്ങളുണ്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നൊരു സംഭവമുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു രാത്രിയുടെ അന്ത്യവേളയിൽ തൻ്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഹല്ലക യാ ആയിഷ അൻ തഅ്ദിനി ലിയൽ ലൈല ഫി ഇബാദത്തി റബ്ബി. അല്ലയോ ആയിഷ, ഈ സമയത്ത്, ഈ രാത്രിയുടെ നിമിഷങ്ങളിൽ എൻ്റെ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി നീ എനിക്ക് അനുവാദം തരണം എന്ന് പറയാണ്. ആരുടെ കൂടിയാണ് അന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹവസിക്കുന്നത്? മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ. അപ്പോൾ ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹി ഇന്നി ലഉഹിബ്ബു ഖുർബക വഉഹിബ്ബു ഹവാക്. നബിയെ, നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണ് ഇത്. എന്നാലും നിങ്ങളുടെ ആഗ്രഹത്തെയും ഞാൻ ഏറ്റവും കൂടുതൽ
ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളുടെ ആഗ്രഹവും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. വഖദ് അദിൻതു ലക്, നിങ്ങൾക്ക് ഞാൻ അതിന് അനുവാദം നൽകിയിരിക്കുന്നു. അങ്ങനെ ഫഖാമ ഇലാ ഖുർബത്തിൻ മിമ്മാ ഫിൽ ബൈത്ത്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള ഒരു വെള്ളപ്പാത്രത്തിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. ഫതവല്ല, പ്രവാചകൻ അംഗശുദ്ധി വരുത്തി. വലം യക്സുർ മിൻ സുബ്ബിൽമ, അധികമൊന്നും വെള്ളം കോരി ഒഴിച്ചല്ല നബി വുദൂ ചെയ്തത്. സുമ്മ ഖാമ യുസല്ലി, എന്നിട്ട് നബി നമസ്കരിച്ചു കൊണ്ടിരുന്നു. ഫഖറഅ മിനൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്തു കൊണ്ടിരുന്നു. വജഅല യബ്കി ഹത്താ ബലഗത്തി ദുമൂ ഹിഖ്വതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു കവിളിലൂടെയും കണ്ണീർ ധാരധാരയായി ഒഴുകും വിധം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. സുമ്മ ജലസ, പിന്നീട് അവിടെ ഇരുന്നു. ഫഹമിദല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചു. വസ്ന അലൈഹി, അവനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്തു. വജഅല യബ്കി, നബി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സുമ്മ റഫഅ യദൈഹി, നബി ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി. ഫജഅല യബ്കി, കരഞ്ഞുകൊണ്ട് നബി പ്രാർത്ഥിച്ചു. ഹത്താ റഅയ്തു ദുമുഅഹു ഖദ് ബല്ലത്സിൽ അർദ്, പ്രവാചകൻ കരഞ്ഞ് പ്രവാചകൻ്റെ കണ്ണുനീരുറ്റി അത് വീണ ഭൂമി പോലും നനഞ്ഞു പോയതായി ഞാൻ കണ്ടു. ഫഅതാഹു ബിലാൽ, അപ്പോഴാണ് ബിലാൽ വരുന്നത്. യുഅദ്ദിനുഹു ബിസ്വലാ, ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കാൻ. ഫറആഹു യബ്കി, അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അതബ്കി, നബിയെ നിങ്ങൾ കരയുകയാണോ? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകലമാന പാപങ്ങളും പുറത്തു തന്നിട്ടില്ലേ? ഫഖാൽ, നബി മറുപടി പറയുന്നു, യാ ബിലാൽ, ബിലാലേ, അഫലാ അകൂനു അബ്ദൻ ശകുറ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരടിമയായി തീരണ്ടേ എന്നാണ്. സുമ്മ ഖാൽ, പിന്നീട് പ്രവാചകൻ പറഞ്ഞു, മാലി ലാ അബ്കി, ഞാൻ എങ്ങനെ കരയാതിരിക്കും? വഖദ് അൻസലല്ലാഹു അലയ്യ ഫീ ഹാദിഹിൽ ലൈല ഹാദിഹിൽ ആയാത്ത്, ഈ രാത്രിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഈ ആയത്തുകൾ അവതരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നബി പാരായണം ചെയ്ത ആയത്തുകൾ അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായത്തുകളാണ് അപ്പം കിട്ടിയത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇങ്ങനെ തുടങ്ങിയുള്ള ഈ ആയത്തുകൾ നമ്മളിന്ന് ഓതി വെച്ച അതുവരെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഓതി തീർന്നതിന് ശേഷം നബി പറയുന്നുണ്ട്, സുമ്മഖാൽ വൈലുൽ ലിമൻ ഖറഅഹാ വമൻ ലം യതഫക്കർ ഫീഹാ, ഇത് ഓതിയിട്ട് ഇതിൻ്റെ അർത്ഥങ്ങളെ, ആയത്തുകളെ, അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾക്ക് നാശം എന്നാണ് നബി പറഞ്ഞു. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ഈ ആയത്തുകൾ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് പ്രവാചകൻ്റെ സുന്നത്തുകളെ ഇത്തിബാ ചെയ്യാൻ നാം ശ്രദ്ധിക്കുക. വൈലുൽ ലിമൻ ലാഖാഹാ ബൈന ഫക്കൈഹി വമൻ ലം യതഅമ്മൽഹാ, തങ്ങളുടെ താടിയെല്ലുകൾക്കിടയിൽ ഇതിനെ ഇങ്ങനെ ഇട്ട് ചലിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾക്ക് നാശം എന്നൊക്കെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സദ്വൃത്തരിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ പ്രവാചക വചനങ്ങളിൽ ഇതിന് ചിന്തിക്കാൻ പ്രേരണ നൽകുന്ന പല ആയത്തുകളും നമുക്ക് വചനങ്ങളും കാണാൻ കഴിയും. തഫക്കറു ഫീ ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. എമ്പാടും സൃഷ്ടിജാലങ്ങൾ ഇവിടല്ലേ? മനുഷ്യന്മാരെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ നമുക്ക് അറ്റമുണ്ടോ? മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ നമ്മുടെ ചിന്തകൾ എവിടെയെങ്കിലും അവസാനിക്കുമോ?
ഓരോ ജീവജാലങ്ങളും റബ്ബുൽ ആലമീൻ നമ്മൾ പറയുന്നില്ലേ. ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത, മാ അദല്ലാ, അള്ളാഹു അല്ലാത്തതെല്ലാം എന്തിൽപ്പെട്ടതാണ്? ആലം എന്ന ആ വലിയ വിശാലമായ അർത്ഥത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവാണ് സ്രഷ്ടാവ്. അവൻ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊക്കെ ആലം, ആലമൂൻ, ആലമീൻ എന്ന ഈ പദത്തിൻ്റെ ആശയപരിധിയിലും അതിൻ്റെ വൃത്തത്തിലും വ്യാപ്തിയിലും ഉൾക്കൊള്ളുന്നു എല്ലാ സൃഷ്ടികളും. ഇപ്പം നോക്കൂ, പറവകൾ, പക്ഷികൾ, ആ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ജലജീവികൾ, എത്ര ജലജീവികളാണ് ഉള്ളത് എന്ന് മനുഷ്യനെ എണ്ണം കണക്കാക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടികൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യനെമ്പാടും ഇതിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ അവന് കഴിയും. തഫക്കറു ഫിൽ ഖൽഖ്, സൃഷ്ടിപ്പിലാണ്, സൃഷ്ടികളിലാണ് നിങ്ങളുടെ ചിന്ത ഉടക്കി നിൽക്കേണ്ടത്. വലാ തഫക്കറു ഫിൽ ഖാലിഖ്, സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അവൻ എങ്ങനെയായിരിക്കും എന്നതല്ല. സൃഷ്ടികളിലൂടെ നിങ്ങൾ ആരെ കണ്ടെത്തണം? അള്ളാഹുവിനെ കണ്ടെത്തണമെന്നാണ്. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം ഓരോ മനുഷ്യനും ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ് ദൃഢീകരിക്കേണ്ട ഒരു കാര്യമാണ്. തഫക്കറു, റസൂലുള്ള പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തഫക്കറു ഫീ ആലാഇല്ലാ. ആലാ എന്ന് പറയാൻ എന്താ? ഇല്യത്ത്, ഉല്യത്ത്, അല്യത്ത്, അതിൻ്റെ ബഹുവചന രൂപമായിട്ടാണ് എന്ത് വരുന്നത്? ആലാ. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദിബാൻ, നിങ്ങളുടെ റബ്ബിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് മനുഷ്യരെ നിങ്ങൾക്ക് നിഷേധിക്കാനാവുക എന്നാണ്. ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ നിഷേധിക്കാൻ കഴിയോ? വായു, ജീവവായു, ഇതാര് തന്നതാ? അല്ലേ? അത് ശ്വസിക്കാനുള്ള അവസ്ഥ ശരീരത്തിന് പഠിച്ചോന്നറിയും. ഇതിങ്ങനെ ഉണ്ടായിട്ടും കാര്യമില്ല, അതെന്ത് ചെയ്യണം? ശ്വസിക്കാൻ കഴിയണം. നമുക്ക് ആവശ്യമായ ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനൊരു കഴിവ് വേണം. ആസ്തമ രോഗികൾ കണ്ടിട്ടില്ലേ? പല ഘട്ടത്തിലുള്ള ആസ്തമുണ്ട്, പല അവസ്ഥകളിലുള്ള ആസ്തമ രോഗമുണ്ട്. ചിലർക്ക് ഇങ്ങനെ ശ്വസിക്കാൻ കഴിയില്ല. ഒന്നിങ്ങോട്ട് ശ്വാസം വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുന്ന എത്ര ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്. ഉള്ളതിനെ അനുഭവിക്കാൻ കഴിയാത്തവരുണ്ട്, വെള്ളം ഉണ്ടായിട്ട് കുടിക്കാൻ കഴിയാത്തവർ, ഭക്ഷണം തീന്മേശയിൽ സുഭിക്ഷമായി സുലഭമായി ഉണ്ടായിട്ട് മക്കളും കുട്ടികളും ബന്ധുക്കളൊക്കെ തിന്നത് ഇങ്ങനെ കേട്ടിട്ട് നമ്മളിങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. ഇഷ്ടമുള്ളത്, പൂതിയുള്ളത് നമ്മുടെ ആവശ്യത്തിന് കഴിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് എന്ത് വേണ്ടി വരും? ജ്യൂസ് അടിച്ച് തരേണ്ടി വരും. അപ്പോൾ വായിലൂടെ തിന്നാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മൂക്കിലൂടെ, കേട്ടോ, പൈപ്പിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. എന്തെന്തൊക്കെ അവസ്ഥകൾ മനുഷ്യന് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അതുതന്നെയാണ് അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ. മനുഷ്യന് ഓർമ്മ ഉണ്ടാകും. നമുക്ക് നടക്കാനുള്ള കാലുകളുണ്ട്, നടക്കാൻ കഴിയാത്ത മനുഷ്യന്മാരില്ലേ? എടുക്കാനും കൊടുക്കാനും പിടിക്കാനും ഒക്കെ ശക്തമായ കൈകളുണ്ട്, അതില്ലാത്ത ആളുകളില്ലേ? കാണാൻ കണ്ണ് തന്നു, കാഴ്ചയില്ലാത്തവരില്ലേ? കേൾക്കാൻ കാതും അതിനുള്ള കഴിവും തന്നു, അതില്ലാത്തവരില്ലേ? എന്തൊക്കെ നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ. പട്ടിണി കിടക്കാതെ കഴിയാനുള്ള വക തന്ന് പഠിച്ചോൻ, അന്നാന്ന് കഴിയാനുള്ള വക കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അതാണ് തഫക്കറു ഫീ ആലാഇല്ലാഹി വലാ തഫക്കറു ഫില്ലാഹി തആല. അള്ളാഹുവിടെ, അള്ളാഹ് എങ്ങനെയാണ്, അതല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. അള്ളാഹുവിനെ നിങ്ങൾ കണ്ടെത്തേണ്ടത് അവൻ്റെ സൃഷ്ടികളിലൂടെ, ആകാശഭൂമി രാവും പകലും മാറി വരുന്നതിലൂടെ. നിങ്ങൾക്കവൻ ഈ ഭൂമിയെ ഒരുക്കുന്ന, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്കാന്ന് പറഞ്ഞിട്ടില്ലേ? വൽ അർള വലാഹാ ലിൽ അനാം, ഈ ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടിയാണ് നാം സംവിധാനിച്ചത്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരെവിടെയെങ്കിലും അധിവസിക്കുന്നുണ്ടെങ്കിൽ അതെവിടെയാണ്? ഭൂമിയിലാണ്. വേറെ ഏതെങ്കിലും കോളങ്ങൾ, വേറെ ഏതെങ്കിലും ജീവികൾ ഉണ്ടായിക്കോട്ടെ, മനുഷ്യൻ്റെ കാര്യം പറയുന്നത്. വൽ അർള വലാഹാ ലിൽ അനാം ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമുഖത്തുള്ളതെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ
ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി പടച്ചോൻ സംവിധാനിച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നിഷേധിച്ചാൽ, അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കാതെ, അവൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ദിക്ർ ചെയ്യാതെ നിങ്ങൾ കഴിയുകയാണെങ്കിൽ, ശുക്റും ദിക്റും അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഇബാദത്ത്, അള്ളാഹുവിനുള്ള ആരാധനകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതില്ലെങ്കിൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കും. അതാണ് ആ ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. ഫഖിനാ അദാബന്നാർ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് റബ്ബേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക മൻ തുദ്ഖിലിന്നാർ. എന്തുകൊണ്ടാണ് നരകത്തിൽ നിന്ന് നമ്മൾ കാവൽ തേടി ദുആ ചെയ്യുന്നത്? റസൂല് പറഞ്ഞു, ഒരു ദിവസം 3 തവണ എന്നെങ്കിലും ചുരുങ്ങിയത് കേട്ടോ, എത്രയും കൂട്ടാം. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പറഞ്ഞ ഒരാൾ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ, അതിൽ നിന്ന് കാവൽ തേടി ദുആ ചെയ്യുകയല്ലേ, അള്ളാഹു അവരെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്നാണ്. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാറ, റബ്ബേ നീ വല്ലവനെയും നരകത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഫഖദ് അഖ്സൈതഹു, നീ അവനെ നിന്ദ്യനാക്കിയിരിക്കുന്നു. ജീവിതത്തിലെ നിന്ദ്യത ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് എപ്പോഴാണ്? അവൻ നരകത്തിൽ കിടക്കുമ്പോഴാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിനിർഭരമായ ജീവിത സ്മരണകൾ മുസ്ലിം ലോകം അനുസ്മരിക്കുന്ന സമയമാണിത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്നോ? റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ, എൻ്റെ റബ്ബേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ എന്നെ നീ നിന്ദ്യനാക്കരുതേ റബ്ബേ എന്നാ പ്രാർത്ഥിച്ചത്. യൗമ ലാ തൻഫഉ മാലും വലാ ബനൂൻ, നമ്മുടെ സന്താനങ്ങളും നമ്മുടെ സന്തതികളും നമ്മുടെ സമ്പത്തും നമുക്ക് യാതൊരു ഉപകാരവും അന്ന് ചെയ്യുകയില്ല. എനിക്ക് എത്ര മക്കളുണ്ട്, എനിക്ക് എത്ര സമ്പത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അത് അള്ളാഹുവിനെ ഓർത്ത് നന്മയിൽ അതൊക്കെ ചെലവഴിച്ചാലല്ലാതെ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല. ഫഖദ് അഖ്സൈത, അങ്ങനെ നരകത്തിൽ നീ വല്ലവനെയും പ്രവേശിപ്പിച്ചാൽ നീ അവനെ നിന്ദിച്ചിരിക്കുന്നു റബ്ബേ. അഖ്സാ യുഖ്സി എന്ന് പറഞ്ഞാൽ എന്താ? നിന്ദിച്ചു. അഖ്സാ യുഖ്സി, അതിൽ നിന്നാണ് ഖിസി, നിന്ദ്യത. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായിയായി ആരും തന്നെയില്ല. അക്രമികൾക്ക് സഹായിയായി അന്നേ ദിവസം ആരും തന്നെയില്ല എന്നാണ്. വിശ്വാസികളായ നമ്മുടെ രക്ഷകൻ അതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി തുടർന്ന് വരുന്ന പ്രാർത്ഥനയിൽ ശ്രദ്ധേയമായൊരു കാര്യം ഇവിടെ എന്താണെന്നോ? നമ്മളൊക്കെ മുഅ്മിനുകളാണ്. നമ്മുടെ ഈമാനിനെയും മുൻനിർത്തി അള്ളാഹുവിനോട് നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. നമ്മുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തി നമുക്ക് ആരോട് ദുആ ചെയ്യാം? അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ജീവിതത്തിലെ പ്രതിസന്ധികൾ, ജീവിതത്തിലെ പരീക്ഷണഘട്ടങ്ങൾ, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ, അതിൽ നിന്നൊക്കെ കരകയറാൻ അള്ളാഹുവിനോട് തവസ്സുൽ തേടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ പുണ്യവും പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള കർമ്മങ്ങൾ മുൻനിർത്തി, എൻ്റെ റബ്ബേ ഇത് ഞാൻ ചെയ്തത് എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം ലഭിക്കാനും നിൻ്റെ കൂലിക്കും വേണ്ടിയാണ്, അതുകൊണ്ട് എന്നെ ഞാൻ അകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് വസീല എന്ന് പറയുന്നത്. വിശ്വാസികളായ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ്. അത് കർമ്മത്തെ കൊണ്ടാണെങ്കിൽ, അമലിനെ കൊണ്ടാണെങ്കിൽ, ഈമാനിനെ മുൻനിർത്തി നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈമാൻ എന്ത് വേണം? അത്ര വിശുദ്ധമാകണം, അത്ര സുഭദ്രമാകണം. അള്ളാഹുള്ള ഈമാൻ നമുക്ക് തന്നെ, നമ്മുടെ ഈമാനിൽ ഉറപ്പ് വേണം. അതാണ് യഖീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈമാനിൽ നമുക്ക് തന്നെ എന്ത് വേണം? ഒരു ഉറപ്പ്, ഒരു യഖീൻ വേണം. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ. റബ്ബനാ,
ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ സമീഅന, തീർച്ചയായും ഞങ്ങൾ കേട്ടിരിക്കുന്നു, മുനാദിയൻ, ഒരു ക്ഷണിക്കുന്നവൻ്റെ ക്ഷണം. നാദാ യുനാദി എന്ന് പറഞ്ഞാൽ എന്താ? വിളിച്ചു, ക്ഷണിച്ചു. ക്ഷണിക്കുന്ന, ഈമാനിലേക്ക് ക്ഷണിക്കുന്ന ആളാരാണ്? പ്രബോധകൻ. അപ്പോൾ ഒരു വിളിക്കുന്നവൻ്റെ, ഒരു പ്രബോധകൻ്റെ വിളി, ക്ഷണം ഞങ്ങൾ കേട്ടിട്ടുണ്ട് റബ്ബേ. പ്രവാചകൻ്റെ കാലത്ത് ആ മുനാദി ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലത്ത് ആ മുനാദി ആരാണ്? ദീനിനെ കുറിച്ച് പറഞ്ഞു തരുന്ന എല്ലാവരും ആരാണ്? ഈ മുനാദിയാണ്. ഇന്നനാ സമീഅന മുനാദി യുനാദി, എങ്ങോട്ടാണ് വിളിക്കുന്നത്? ലിൽ ഈമാൻ, വിശ്വാസത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ്റെ പ്രബോധനം, ഒരു പ്രബോധകൻ്റെ ക്ഷണം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? അൻ ആമിനൂ ബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. അങ്ങനെ ഫആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് റബ്ബേ എന്നാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്? ഒന്ന് യഖീനാക്കുകയാണ്. എനിക്കുറപ്പുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഉത്ബോധനം കേൾക്കുന്നില്ലേ? ഈമാനുള്ള എല്ലാ ആൾക്കാരും വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യണം? ഒരുമിച്ച് കൂടണം പള്ളിയിൽ. അവിടുന്ന് കേൾക്കുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാ മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ദൈവസ്മരണയിലേക്ക് നിങ്ങളെല്ലാം വരണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിർബന്ധമാണ് ജുമുഅയിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത്. അവിടെയും നമ്മൾ എന്താണ് കേൾക്കുന്നത്? മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബി റബ്ബിക്കും, ഇതാണ് കേൾക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. വിശ്വാസികളോട് പിന്നെയും പറയുന്നത് എന്തിന്? വിശ്വസിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പുതുക്കുകയും അതിനെ ദൃഢീകരിക്കുകയും വേണം. നമ്മുടെ ഈമാനിനെ കുറിച്ച് നമുക്കൊരുറപ്പുണ്ടാകണം. അപ്പോഴാണ് ആ ഈമാനിനെ മുൻനിർത്തി ഫആമന്നാ, ഞങ്ങളിത് വിശ്വസിച്ചിട്ടുണ്ട് റബ്ബേ. അതിനാൽ എന്ത് വേണം? ഇനി പഠിച്ചവനോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളൂ. ഈമാനിൻ്റെ കാര്യം ക്ലിയറാക്കിയതിന് ശേഷം അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് ചോദിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. ഫഗ്ഫിർ ലനാ ദുനൂബനാ, നമ്മുടെ കാര്യം ആരെന്നെ പറയണം? നമുക്ക് വേണ്ടി ദ്വാരക്കേണ്ടിട്ടോ എന്ന് പറയാം. ഹാജിമാർക്ക് യാത്ര അയക്കുമ്പോൾ, ഉംറയ്ക്ക് പോകുമ്പോൾ നമുക്കും വേണ്ടി അവിടെ നിന്ന് ദ്വാരക്കേണ്ടിയിരുന്നു. ചില ആൾക്കാർ പറയും ഞങ്ങൾ ദ്വാരക്ക, നിങ്ങളെ കാര്യം നിങ്ങളും ദ്വാരന്നോളേണ്ടിയിരുന്നു. വേറുള്ളവരെ ഏൽപ്പിക്കുക മാത്രമല്ല, നമ്മുടെ കാര്യം നമ്മൾ തന്നെ എന്ത് ചെയ്യണം? പറയണം. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ അതാ ഖുർആൻ അമ്പിയാക്കളുടെ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. റബ്ബിഗ്ഫിർലി വലിബ്, നമ്മുടെ കാര്യം ആദ്യം. പഠിച്ചോനെ എനിക്ക് പുറത്തു കൊണ്ട വലി വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണം. നമ്മുടെ കാര്യം നമ്മൾ തന്നെ പറയണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. ബഹുമാന്യനായ മർഹൂം അബ്ദുസ്സലാം സുലമി, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കരിച്ചവരെല്ലാം ഇവിടെ ആൾക്കാരിൽ അധികം ആൾക്കാരും അബ്ദുസ്സലാം സുലമി പറഞ്ഞിരുന്നെന്നാണ്, ഞാൻ എൻ്റെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ പിന്നെ എണീറ്റിന്ന് പറയലുണ്ടല്ലോ, എന്ത് അദ്ദേഹത്തിന് ജീവിതകാലത്തുണ്ടായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേന്ന്. അങ്ങനെ ഒരു സംഗതി വേണ്ട. എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ എനിക്ക് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന എന്തിനാണ്? എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ദ്വാരക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് മനുഷ്യ സഹജമായ സംഗതിയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളാണ് ഉണ്ടാകുക. എപ്പോഴാണ് നമ്മൾ മരിച്ചു പോവുക എന്നറിയില്ല. അതുകൊണ്ട് കണക്കും കാര്യങ്ങളൊക്കെ ശരിക്കും എന്ത് ചെയ്യുക? എഴുതി റെഡിയാക്കി വെക്കുക. മരിച്ചു പോകാനൊരു സാവകാശം കിട്ടുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഇപ്പോൾ ബഹുമാന്യനായ നമ്മുടെ സയ്യിദ് ഫാറൂഖി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് അദ്ദേഹം യാത്രയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കുകയും അദ്ദേഹത്തെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മരിക്കാൻ അങ്ങനെ ഒരുങ്ങി നടന്ന ആളാണ് ആര്? സയ്യിദ് ഫാറൂഖി. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കരിക്കും ആ പള്ളിയിൽ അനൗൺസ് ചെയ്തു. മയ്യത്ത് നിസ്കരിച്ച
വ്യക്തി അനൗൺസ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ കടമിടപാടുകൾ കൃത്യമായി അതിൽ കണിശത പുലർത്തുന്നൊരു വ്യക്തിയാണ്. എന്നാലും മറവി സംഭവിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ ഉണ്ടെങ്കിലാണ് അത് വീട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാകണം ശരിക്ക്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലത്ത് എഴുതി വെക്കാനൊക്കെ എഴുതി വെക്കുക, കൊടുക്കാനുള്ളത് കൊടുക്കാനൊക്കെ കൃത്യമായി എഴുതി വെക്കുക. നമുക്ക് വേണ്ടി മറ്റുള്ളവർ പറയുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളതെല്ലാം ആര് പറയണം? നമ്മൾ തന്നെ നമ്മുടെ റബ്ബിനോട് പറഞ്ഞ് നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് പൊറുക്കലിനെ തേടി. അതാ പ്രാർത്ഥന അവിടെ. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വകഫിർ അന്നാ സയ്യിആതിന. കഫറ യുകഫിറു എന്ന് പറഞ്ഞാൽ എന്താ? മായ്ച്ചു തരണമേ എന്നാണ്. കഫറ യുകഫിറു സയ്യിആതിന, ഞങ്ങളുടെ തിന്മകളെല്ലാം ഞങ്ങളിൽ നിന്ന് മായ്ച്ചു തരണമേ റബ്ബേ എന്നാണ്. ഗുഫ്രാൻ അസ്സിത്റു വത്തഗ്തിയ എന്നാണ്. അതിനൊക്കെ മറച്ചു വെക്കുക. അതിന് മുക്കഫിറും ബിസ്ലാഹ് ഐ മുഗ്തിം ബിഹി എന്നാണ്. ആയുധങ്ങളൊക്കെ മറച്ചു വെക്കുന്ന ഇതിന് അറബിയിൽ മുക്കഫിറും ബിസ്ലാഹ് എന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ മറച്ചു വെക്കണമേ, അതിനെയൊക്കെ നീ മായ്ച്ചു കളയണമേ റബ്ബേ എന്നാണ്. വതവഫനാ മഅൽ അബ്റാർ, എങ്ങനെ മരിച്ചു പോകണം? ആരുടെ കൂടെ? പുണ്യവാന്മാരുടെ കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണമേ എന്ന് നമ്മൾ ദുആ ചെയ്യുക. ഈ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ നമ്മുടെ ഈമാനിനെ മുൻനിർത്തിയാണ് ഇത് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. ഹാദ ദുആഉ സലാസ അഷിയ, ഈ പ്രാർത്ഥനയിൽ 3 ഘടകങ്ങളാണ്. നമ്മളിപ്പോൾ ഈ ചൊല്ലിയ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇത് പ്രാർത്ഥന റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിന, പിന്നെന്താ വതവഫനാ മഅൽ അബ്റാർ. ഒരു പ്രാർത്ഥനയിൽ തന്നെ 3 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഗുഫ്റാനു ദുനൂബി അൽ മുതഖദ്ദിമ, നമ്മുടെ പാപങ്ങൾ വരാനിരിക്കുന്ന പാപങ്ങളെല്ലാം തന്നെ പൊറുക്കാനുള്ള പ്രാർത്ഥനയാണ്. വതക്ഫീറു സയ്യിആത്തിൽ മുസ്തഖ്ബില, ഇനി വരാനിരിക്കുന്ന വീഴ്ചകളെയെല്ലാം മായ്ച്ചു കളയാനുള്ള. വഅൻ തകൂന വഫാത്തുഹും മഅൽ അബ്റാർ ബിഅൻ യമൂതു അലാ മസലി അഅമാലിഹിം, ഓരോരുത്തരും അവരുടെ ചെയ്ത സുഹൃതങ്ങളുടെ രീതിയിൽ അതിൻ്റെ പ്രതിഫലം ആസ്വദിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ദുനിയാവിൽ നിന്ന് വിട പറയുക. പുണ്യവാന്മാരെല്ലാം തന്നെ അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള അബ്റാറുകളുടെ മരണത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ വിശദീകരിച്ചത് ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അവരൊക്കെ ആരാണ്? അബ്റാറുകളാണ്. അബ്റാറുകളാരാണ്? അൻഅമല്ലാ, അല്ലാഹു അനുഗ്രഹിച്ചാദരിച്ചവരാണ്. മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാ വസ്വാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. നാളെ അല്ലാഹുവിൻ്റെ തിരുസന്നിധിയിൽ അവർ എത്ര നല്ല കൂട്ടുകാരായിരിക്കും. ആ സുഹൃവലയത്തിലേക്ക് അടുത്തു ചെല്ലാൻ മരണാനന്തരം നമുക്ക് സൗഭാഗ്യമുണ്ടാകണം. വമൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ കണ്ടുമുട്ടാൻ ആരും ആഗ്രഹിക്കും? അള്ളാഹുവും ആഗ്രഹിക്കും. നല്ല രീതിയിൽ അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നൊരന്ത്യമാണ് ഈ ദുനിയാവിൽ നിന്ന് നമുക്കുണ്ടാകേണ്ടത്. അതൊരു മഹാസൗഭാഗ്യമാണ്. ആ സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹമുറാഹിമിനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ, രഹസ്യമായി പരസ്യമായി വിവരമില്ലാതെയൊക്കെ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നിൻ്റെ കാരുണ്യം കൊണ്ട് മഹളായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും, അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, എല്ലാവർക്കും അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ നാട്ടിലും മറുനാട്ടിലും ഒക്കെയുള്ള, മറുനാട്ടിൽ നിന്നൊക്കെ വിളിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾക്കടക്കം റബ്ബേ അവരുടെ രോഗത്തിന് ശിഫയും ശമനവും നൽകണമേ. റബ്ബന ആതിന
في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك